ദിവസം ഇതാകണം വൈകുന്നേരം മുതൽ രാത്രി വരെയാണ്, ഒരു 10-10:30 വരെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. അപ്പോൾ നമ്മളെ അനിയത്തീൻ്റെ കുട്ടി ലച്ചുമോളെ പിറന്നാളാണ്. അപ്പോൾ ഇത്തിരി മട്ടത്തിലൊന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ചെറുതായിട്ടൊക്കെ ഒന്ന് ആഘോഷിക്കണതും ഒരു രസമാണല്ലോ എല്ലാ പരിപാടിയും. അപ്പം ഈ ഒരു നേരം മുതലാണ് നമ്മൾ വീഡിയോ എടുത്തിട്ട് തുടങ്ങിയത്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. നമുക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം ഞാനും മൂപ്പർക്ക് ചോറ് വിളമ്പിക്കൊടുത്തരാം. ഞാനൊരു വത്തക്ക വെള്ളം ഉണ്ടാക്കിയാണ്ട് അങ്ങനെ കുടിച്ചിരിക്കുന്നപ്പോഴാണ് ഒരു ഫോൺ കോള് വരുന്നത്. അപ്പം ഞാൻ ഈ ഒരു പണി മുന്നേ കരുതി കൂട്ടി മനസ്സ് കൂട്ടി ഇങ്ങനെ കണക്ക് കൂട്ടി ഇങ്ങനെ വെച്ചാണ് ഇപ്പോൾ വരും പണി എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഇതാ ഫസ്റ്റ് പണി ഇതാകണം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ എഡീസായ ഫസ്റ്റ് പണിയാണ് ഇതിലുള്ളത്. അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചാൽ ഇതൊക്കെ തന്നെയാണ് പരിപാടി. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പരിപാടികൾ തന്നെയാവില്ല. എന്തെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലും അങ്ങനെ ഓരോരോ പരിപാടികൾ തരും നമ്മളെ പഞ്ചായത്തൊക്കെ. അപ്പോൾ അങ്ങനെ മുഖ്യമന്ത്രി തന്നിട്ടുള്ള പണിയാണ് ഇപ്പോൾ ഇത്. ഇനിയിപ്പോൾ ഇതൊക്കെ വീടുകളൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങി അവിടുത്തെ കണക്കെടുക്കണം, അവരുടെ അഭിപ്രായങ്ങൾ ചോദിച്ചൊക്കെ നടക്കണമെന്ന് ഇപ്പോഴത്തെ പണി എന്ന് പറയുന്നത്. നമ്മൾ ഫസ്റ്റ് ADS ആയ ആ ഒരു ടീമത്തെ പണി എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. അപ്പം പുസ്തകങ്ങളും പേപ്പറുകളും പോസ്റ്റും കാര്യങ്ങളൊക്കെ തന്നു. പിന്നെ ബാഗ് ഉണ്ട്, ടാഗ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നാളെ മുതൽ ഇറങ്ങാൻ തുടങ്ങണം. നിങ്ങളുടെ നാട്ടിൽ കൂടെയൊക്കെ ഇത് ഉണ്ടോ? അപ്പോൾ നമ്മളെ നാട്ടിൽ കൂടെ ഇതാ ഇപ്പോഴാണ് തുടങ്ങിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിനായിട്ട് ഇറങ്ങണം. ഞങ്ങളുടെ ടീമിൽ നിന്ന് 2 ആൾക്കാരാണ്, ഞാനും വേറൊരു കുട്ടിയാണ് ഇറങ്ങിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇറങ്ങണം. ഇനി നാളെ മുതലാണ് ഇത് സ്റ്റാർട്ടാക്കുന്നത്. ഇനിയിപ്പോൾ വെയിൽ കൊണ്ട് തൊലയൊന്ന് പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ ഇതൊക്കെ ഇറങ്ങുമ്പോഴാണല്ലോ ഇതൊക്കെ ഒന്ന് പഠിക്കുന്നത്, എന്താണെന്നുള്ളത് പഠിക്കുന്നത്. ഭൂമി എങ്ങനെയാണ് ഉരുണ്ടിട്ട് ആണോ എന്ന് നോക്കണമല്ലോ. അപ്പം അങ്ങനെ നടന്ന് പഠിക്കാൻ പോവുക കേട്ടോ. അപ്പോൾ ഈ വെയിലത്ത് കൂടെ നടക്കുക എന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക്കുള്ള കാര്യമാണ്. ഒന്നാമത് നമുക്ക് എയർ ബാലൻസിൻ്റെ പ്രശ്നമുണ്ട്. വെയിൽ കൊണ്ടാൽ മൈഗ്രെയിന് അടിച്ച് കയറുന്നു, ഒരു സംശയമില്ല, അടിച്ച് കയറുന്നു, നല്ല ഉറപ്പാണ്. അപ്പോൾ കുടയും വടിയൊക്കെ എടുത്ത് പോകണം, അതൊക്കെയാണ് വിചാരിച്ചുള്ളത്. അതൊക്കെ ചിന്തിച്ചാണ് ഇപ്പോൾ ഈ ഇരുത്തം ഇരിക്കണത് കേട്ടോ. അപ്പോൾ തലവേദന സഹിച്ചൂടാ കേട്ടോ, മൈഗ്രെയിൻ സഹിച്ചൂടാ. വെയിൽ കൊണ്ട ഇതൊക്കെ തന്നെയാണ് പണി. ഏതായാലും പണി ഏറ്റെടുത്ത് പണി മുടക്കാൻ പറ്റില്ലല്ലോ. വെച്ച കാലം അങ്ങോട്ട് തന്നെ. ഇനിയിപ്പോൾ ബാക്കിക്ക് വെക്കാൻ നിൽക്കണ്ടെന്ന് വിചാരിച്ച് കുറപ്പിച്ച് നിർത്തിയതാണ്. നാളെ മുതൽ നമ്മൾ ഫീൽഡിൽ ഇറങ്ങാൻ പോകുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ ഇനിയിപ്പോൾ അത് ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമല്ലല്ലോ, പോയില്ലേ. അപ്പം ഞാൻ കുഞ്ഞാരനോട് പറഞ്ഞതാണ്, കുഞ്ഞാറ്റൻ്റെ ഇവിടെ ഇരിക്കുന്നുണ്ടെന്ന്. അപ്പോൾ അവളോട് ഞാൻ പറഞ്ഞ ഈ ഒരു അടക്ക വാരി വെച്ചു. അങ്ങനെ ഇനിയിപ്പം ജോലിക്കൊക്കെ ഇറങ്ങണമല്ലേ. ജോലി ചോദിച്ചു വാങ്ങിയ ജോലിയാണെന്നൊക്കെ. ചോദിച്ചു വാങ്ങിയല്ല, വൈകുന്നേരത്ത് വെള്ളമല്ലേ, കുടിവെള്ളമൊന്നുമില്ല. ഉണക്കമീൻ പൊരിച്ചതുണ്ടാവും, സ്വല്പം ചോറുണ്ട്, ചമ്മന്തി കഴിഞ്ഞ്, സാമ്പാറുണ്ട്. ഇതൊക്കെയാണ് ഇല്ലത്. അങ്ങനെയാണ് ഇന്നത്തെ പണികൾ കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്നും എൻ്റെ ഒരു മനസ്സിൽ തന്നെ ഇല്ലായിരുന്നു. ഈ ഒരു പോസ്റ്റും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വരുമെന്ന് ഞാൻ ഓർത്തിട്ടേ ഇല്ലായിരുന്നു കേട്ടോ. പക്ഷെ പെട്ടെന്ന് വന്നപ്പോൾ എന്തോ ഒരു ഇടങ്ങേറ്. ഇനിയിപ്പോൾ എങ്ങനെയാണ് അപ്പോൾ ആൾക്കാരങ്ങൊന്ന് ഫേസ് ചെയ്യുക, അതൊക്കെ പറഞ്ഞിട്ടെന്നൊക്കെ വിചാരിച്ചിങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ അങ്ങനെയൊക്കെ തന്നെയാണ്, ഇറങ്ങുമ്പോൾ തന്നെയാണ് മടിയും കാര്യങ്ങളൊക്കെ ഒന്ന് പോകുക. നമുക്ക് യൂട്യൂബിൽ ഇങ്ങനെ തൊള്ളട്ട് അലച്ചിട്ടേ ഒരു എക്സ്പീരിയൻസ് ഉള്ളൂ, അല്ലാത്ത എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നും എനിക്കില്ല. ഏതായാലും ഞാനൊന്ന് ഇറങ്ങി നോക്കട്ടെ എങ്ങനെ ഉണ്ടാകുന്നില്ലത്. സംഗതി ഞാൻ അത് പറയാനല്ല വന്നത് കേട്ടോ. നമ്മളെ ബർത്ത്ഡേക്കാരത്തിൻ്റെ ബർത്ത്ഡേ പറയാനായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളെ അകമ്പാടത്തെ അമ്മൻ്റെ ലാസ്റ്റ് പേരക്കുട്ടിയാണ് കേട്ടോ, വിത്തല്ല, പേരക്കുട്ടിയാണ് ഓള്. അപ്പോൾ അവളാണ് നമ്മളെ കുടുംബത്തിലെ ചെറിയൊരു പേരക്കുട്ടി കേട്ടോ. അപ്പം കുറച്ച് ചെറുത് വലുതായിട്ടൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഇങ്ങോട്ട് ഇറങ്ങിയതായിരുന്നു. അപ്പോൾ വൈകുന്നേരത്തെ അമ്മയും പിന്നെ അങ്ങളുടെ കുട്ടികളൊക്കെ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അപ്പോൾ വൈകുന്നേരം പോകാമല്ലോ. വൈകുന്നേരത്താണല്ലോ എല്ലാവർക്കും ഒരു ഒഴിഞ്ഞ നേരം, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ചോറും കാര്യങ്ങളൊന്നും ഇനി വെക്കണ്ട. മൂപ്പര് പോരുന്നില്ല എന്ന് പറഞ്ഞപ്പം സാമ്പാറും ചോറൊക്കെ ഉണ്ടല്ലോ, മൂപ്പർക്ക് അതൊക്കെ മതി കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വാങ്ങി പോകണം. അതിൻ്റെ മുന്നേ നമ്മളെ ചില പരിപാടികളുണ്ടല്ലോ, ആ പണികളൊക്കെ ഒന്ന് എടുത്ത് വെക്കണം. പിന്നെ പോത്തിനില്ലേ ആ ഒരു കുറുക്കാണ് കേട്ടോ വെക്കണത്. നമ്മൾ പുളിങ്കുരുവാണ് വേവിക്കാൻ വെച്ചിട്ടുള്ളത്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഇടും കേട്ടോ. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടാൽ എന്തൊക്കെയാണ് പോത്തിന് കൊടുക്കണമെന്ന് കമൻറ്റ് ഇട്ടാൽ, നിങ്ങൾക്ക് അറിയണമെന്ന് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി കേട്ടോ. ഞാൻ പറഞ്ഞുതരാം, വിശദമായിട്ട് തന്നെ പറഞ്ഞുതരാം. ഇപ്പം അങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. ഞാനും പോത്ത് ഒരേപോലെ ആയിട്ടുണ്ട്. ഏതായാലും 2 കോഴിക്ക് ഇതാകണം. ഒരു കുട്ടി വിരിഞ്ഞിട്ടുണ്ട്, 2 കുട്ടികൾ വിരിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒന്നിനെ കാണാനില്ല. ഏതായാലും പോയിട്ടോ. ഒരു 7:30 ആയപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. മൂപ്പര കൊണ്ടായിട്ടൊന്നുമില്ല, ഞാനും എൻ്റെ കുട്ടികളും ഞങ്ങളിതാക്കണം വേഗം പോകാൻ നിൽക്കുകയാണ്. ഞങ്ങൾക്ക് ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ട് വേണം പോകാനായിട്ട്. അങ്ങനെ ഇടവണ്ണത്തി ഞങ്ങൾ ഗിഫ്റ്റൊക്കെ ഒന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു. എന്ത് വാങ്ങണം, ഡ്രസ്സ് വേണ്ട, പിന്നെ ഇതാക്കണം വേറെ എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാട്ടോ.
വന്ന് 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 ലാസ്റ്റ് ഇതാക്കണ ആദ്യം വലിയതെടുത്ത് പിന്നെ നമ്മൾ വില എത്തിയില്ല. പിന്നെ 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 അങ്ങനെ പോയി 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 500ൻ്റെ ഉള്ളിൽ ഒതുങ്ങണത് അങ്ങോട്ട് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേ കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്കതാ പറ്റിയത്. ഓനിരിക്കാനേ ഓളി ചെറുക്കിട്ടൊക്കെ ഇങ്ങോട്ട് കൊണ്ടാന്ന് ഓൽക്കൊക്കെ വടി ഓൽക്ക് മുറിച്ചെടുക്കുന്ന ഓൽക്ക് മുറിച്ചെടുക്ക് കൊടുക്ക് ഓൽക്ക് മുറിച്ചത് ഓൽക്ക് കൊടുക്കടി. ഇവക്ക് ഇവന് കൊടുക്ക്. ഇവിടെ ഓന്നിക്കണേ ഗിഫ്റ്റ് എടുക്കണം. നെക്സ്റ്റ് കടോള് ചോറൊന്നോളം അടിച്ചു വരും. അവിടെ ഈ അടുക്കള കാണിച്ചിട്ടാൽ മതി. ഈ അടുക്കള കാണിച്ചെടുത്താൽ മതി. അറിയാം അത് അപ്പുറത്തില്ലേന്നല്ലേ, അപ്പം നേരല്ലേന്നല്ലോ ബിരിയാണി ഒക്കെ ഇതാക്കിയോ ചൂടായില്ലോ വരൂല. ഭജനെ ഭജനെ എന്തേ പച്ചം വിളിക്കാത്തേ? അങ്ങനെ അതങ്ങോട്ട് കഴിഞ്ഞ് കൊട്ടും പാട്ടും ബഹളമൊക്കെ ആയിട്ട് അതങ്ങോട്ട് കഴിഞ്ഞ് പിന്നെ ഞങ്ങളൊരു 9:30 കൂടി തിരിച്ചു പോന്നിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പോയിട്ടൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് കൂടി ചെയ്തോളി. ബൈ ബൈ.